ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് പ്രീ ടൈം ഡെലിവറി ആയിരുന്നു എന്ന്. അപ്പോൾ എമർജൻസി സി സെക്ഷൻ ആയിരുന്നു. അതെല്ലാം ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഡെലിവറി മൈ റിക്കവറി ജേണിയാണ്. അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എൻ്റെ റിക്കവറി ജേണി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ബ്ലീഡിങ് ആയിട്ട് ഞാൻ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ദിവസം രാത്രി. അപ്പോൾ അന്ന് പിറ്റേ ദിവസം വരെ ഒബ്സർവേഷനിൽ കിടത്തി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ചെറിയ ബ്ലീഡിങ് ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എമർജൻസി സി സെക്ഷൻ വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ എല്ലാവരോടും കാര്യം പറഞ്ഞ് അങ്ങനെ നേരെ അപ്പം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അനസ്തേഷ്യ തന്നെ ഇതെല്ലാം ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുങ്ങനെ പറയാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അനസ്തേഷ്യ തന്നെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ബേബീനെ പുറത്തെടുത്ത്. ചെറിയ ബേബിയായിരുന്നു, വെയിറ്റ് ഇല്ല, കാരണം മാസമായിട്ടാലും 14 ആഴ്ച ആയതേ ഉള്ളൂ. അതുമല്ല 1 വീക്ക് വെയിറ്റ് കുറവ് വെക്കും ബേബി. അങ്ങനെ ഇത് ഡെലിവറി കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ബോധമില്ല. എന്നെ നേരെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. 24 hours പിന്നെ നമ്മൾ ഒബ്സർവേഷൻ റൂമിലായിരിക്കുമല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അങ്ങനെ അതിൻ്റെ ഈ അനസ്തേഷ്യൻ്റെ ഹാങ് ഔട്ട് മെല്ലെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെറിയ ബോധം വരുമ്പോൾ എൻ്റെ അരൻ്റെ താഴെ അനക്കാൻ കഴിയുന്നില്ല. ആ കാലൊന്നും അറിയുന്നില്ല. നമുക്ക് ഭയങ്കര പെയിൻ, വേറെല്ലാം ഭയങ്കര പെയിൻ. കാലനക്കാൻ കഴിയുന്നില്ല. അതിൻ്റെയൊക്കെ ഷിവറിങ്ങും പനിയും എല്ലാം. ഞങ്ങൾക്ക് എന്താക്കണമെന്ന് പറഞ്ഞാൽ ഞാനടുത്ത സിസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെ ഡ്യൂട്ടിയിലുള്ള സിസ്റ്ററോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അനസ്തേഷ്യൻ്റെ ഹാങ് ഓവർ പോകുമ്പോൾ പെയിന് മെല്ലെ വരാൻ തുടങ്ങും, കുറച്ച് കഴിഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു. നമുക്ക് ഭയങ്കര പെയിൻ, അനക്കാൻ കഴിയുന്നില്ല, വേറെ ഒന്ന് തിരിയാനിങ്ങനെ ഒന്നും ആക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് രാത്രി ഇങ്ങനെ എല്ലാവരും കാണാൻ വരുന്നുണ്ട്, പക്ഷേ ഈ പെയിനിൽ നമുക്ക് അവരോട് സംസാരിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ രാത്രി പിന്നെ നമുക്ക് തിന്നാൻ തന്നൂടാ. ഞാനിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് രാവിലെ തിന്നത്, അതായത് 8 മണിക്ക് ഒരു ചായയും ഒരു ബന്നും തിന്നത്, പിന്നെ ഒന്നും ഞാൻ തിന്നിട്ട്. അങ്ങനെ വൈകുന്നേരം വരെ ഈ പെയിൻ വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഇത് നമുക്ക് ഇങ്ങനെ ഒരിക്കൽ എണീക്കണം, റൂമിലൊക്കെ പോകണം എന്നെല്ലാം എല്ലാവരും കാണണം എന്നല്ല. ബേബീനെ കാണാൻ കഴിയില്ല, കാരണം ബേബിയെ വേറെ ഹോസ്പിറ്റലിൽ NICയിലാണുള്ളത്. അങ്ങനെ ഇത് എല്ലാവരും കാണാൻ വരുന്നുണ്ട്. ഹസ്ബൻഡ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പോലും വേണ്ടി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് ഒരു രാത്രി ആയപ്പോഴും നമുക്ക് ഭയങ്കര പെയിനാണ്. ഡോക്ടർ സിസ്റ്ററോട് പറഞ്ഞു നമുക്ക് പെയിൻ കഴിയുന്നില്ല, നമുക്ക് വേദന എടുക്കുന്നത്, നമുക്ക് കാലെടുക്കാൻ കഴിയുന്നില്ല, എല്ലാം പറഞ്ഞു. അവർ പറഞ്ഞു അത് ഉണ്ടാവും, പ്രശ്നമില്ല, നാളെ നമുക്കെല്ലാം ശരിയാവും. എവിടുന്ന് ശരിയാണ്, നമുക്ക് എന്ത് പെയിൻ അപ്പം ഞാനല്ലേ സഹിക്കുന്നത്. ഞാൻ എൻ്റെ ഓരോട് പറഞ്ഞു നമുക്ക് കഴിയുന്നില്ല, നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല, ആരെങ്കിലും വിളിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് അതായത് എന്താക്കണം എന്നറിയില്ല, അത്ര പെയിനുണ്ട്. അങ്ങനെ രാത്രി ഉറങ്ങാൻ വരെ കഴിയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, AC-യിലെല്ലാം കിടന്നിട്ടുണ്ട്, പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ല, അത്ര പെയിനാണ്. അങ്ങനെ എല്ലാം രാവിലെ ആക്കിയപ്പോൾ ഞാൻ അപ്പാട് ചോദിച്ചു ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നാൽ ഓരോരോ ഡോക്ടർ വരുമ്പോൾ 11:30 മണിയാവും. പിന്നെയും നമുക്ക് അടുത്തോളം ഈ പെയിൻ സഹിക്കണ്ടേ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് കുറച്ച് വെള്ളം തരുമോ, കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ പറഞ്ഞാൽ അങ്ങനെ വെള്ളം കൊടുക്കാൻ കഴിയില്ല. ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇത് വിശക്കുന്ന ദാഹിച്ചിട്ടേന്നില്ല, കുറച്ച് വെള്ളം തന്നില്ലെങ്കിൽ അങ്ങനെ നമുക്ക് എത്ര വെള്ളം തന്നെ എൻ്റെ ഈ ലിപ്സ് നനക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം അത് ഇങ്ങനെ വെച്ച് തന്നെ അത്രക്കും വെള്ളം കുടിച്ചുകൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്നിട്ടായിട്ട് എന്നോട് പറഞ്ഞ് എങ്ങനെയുണ്ട്, ഓക്കെ ആയാ? ഞാൻ നല്ല പെയിൻ ഉണ്ട്, എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ പറഞ്ഞ് ഞാൻ സാറില്ല, നീ ഒന്ന് എണിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകും, ഇവിടെ അനങ്ങാൻ കഴിയാത്ത എന്നോട് എണിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു ഡോക്ടർ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് ഇവിടെ അനങ്ങാൻ കഴിയുന്നില്ല, ഞാനെങ്ങനെ ബാത്റൂമിലേക്ക് പോകേണ്ടത്? ഡോക്ടർ പറഞ്ഞു അതെല്ലാം കഴിയുമെന്ന്, പ്രശ്നമില്ല, അങ്ങനെ കഴിയുമെന്ന്. അങ്ങനെ രണ്ടാളെന്നെ സപ്പോർട്ടാക്കിയിട്ട് മെല്ലെ എണിച്ച് നമുക്ക് ശരിയാകുന്നില്ല. ഞാൻ വെച്ചു അങ്ങ് ശരിയാൻ കഴിയുന്നില്ല. അങ്ങനെ മെല്ലെ എണിച്ചിട്ട് നടക്കുന്നതാണ് കോമഡി. എന്തോ ഒരു ഡൈനോസർ പോകുന്ന പോലെ ഇങ്ങനെ പോയ. അങ്ങനെ ബാത്റൂമിലെല്ലാം പോയി തിരിച്ച് വന്നിട്ട് പിന്നെയും കിടന്നിട്ടാകുമ്പോഴത്തേക്ക് ബേബിക്ക് പാല് കൊടുക്കണമല്ലോ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് പാല് കൊടുക്കാമല്ലോ, വേറെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്നിട്ട് ഇത് പമ്പ് ചെയ്തിട്ടാണ് പാല് പോയിക്കൊണ്ടുണ്ടായത്. അങ്ങനെ പാല് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് റൂമിലേക്ക് മാറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക് റൂമിലേക്ക് ഷിഫ്റ്റാക്കി.
റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയ ഇതേ അവസ്ഥ തന്നെ. നമുക്ക് കഴിയുന്നില്ല, എണിച്ചിട്ട് നിൽക്കാനോ നടക്കാനോ കിടക്കാനോ ഒന്നും കഴിയുന്നില്ല. ഒരാൾ ഹെൽപ്പ് വേണം, എല്ലാത്തിനും ഒരാൾ ഹെൽപ്പ് വേണം. കെടുത്താൻ, എന്നെ എണിപ്പിച്ചിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ ഒന്നും നമുക്ക് കഴിയുന്നില്ലല്ലോ. അപ്പോൾ എല്ലാം എൻ്റെ ഹസ്ബൻഡാണ് ഹെൽപ്പ് ചെയ്ത്. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ബാക്കി ഇങ്ങനെ പോകണം, കഴിയുന്നില്ലെങ്കിൽ എണിച്ചിട്ട് മെല്ലെ മെല്ലെ നടക്കണം, എന്നെങ്കിലേ ബേരൊക്കെ പറയാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ പെയിനെല്ലാം സഹിച്ചിട്ട് മെല്ലെ മെല്ലെ നടന്ന് പിന്നെ ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്ക് എല്ലാം ശരിയായി. അതിൻ്റെ ഇടയിൽ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് പാലിങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ഹസ്ബൻഡ് സിസ്റ്ററുമായിട്ട് എല്ലാം അങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ ഡിസ്ചാർജായി. അതായത് എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ ഡിസ്ചാർജായി. എൻ്റെ അമ്മ നേരെ പോയത് ബേബിയുള്ള ഹോസ്പിറ്റലിലേക്ക്. അവൾ NICUയിലുള്ളതല്ലേ. അപ്പം അമ്മ അടുത്തേക്ക് പോയി. അങ്ങനെ ആടെ അഡ്മിറ്റായി. ആടുന്നു ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് ശരിയായെന്ന് പറഞ്ഞെങ്കിലും എനിക്കിങ്ങനെ എണീക്കണമെങ്കിൽ നിൽക്കണമെങ്കിലെല്ലാം ഒരാളെ സപ്പോർട്ട് വേണം. ചെറുങ്ങനെ പെയിന് കുറച്ച് കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആടുന്ന് ഇങ്ങനെ 2 മണിക്കൂർ ഇടപെട്ടിട്ട് NICUയിലേക്ക് പോകണമെന്നാണ് അവർ പറഞ്ഞത്. പോയി അവിടെ ഹോസ്പിറ്റലിലെത്തിയ പാടിയമ്മ NICUയിലേക്ക് പോയി ബേബീനെ കാണാൻ. അപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ല, ഒന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടെല്ലാം ബാന്നെല്ലാം പറഞ്ഞിട്ട് നല്ല ഇതാക്കിയിട്ട് പോയിട്ട് നോക്കുമ്പോൾ ചെറിയൊരു ബേബി, ചെറുതാണെങ്കിൽ ബാക്കി നോർമൽ ടേമായിട്ട് ജനിച്ച ബേബീസ് എല്ലാം അപ്പുറത്തുണ്ട് കിടന്നിട്ട്. എൻ്റെ കുഞ്ഞ് വേറൊരു ബെഡിൽ ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ട്. ഞങ്ങൾക്കെന്തോ വായിപ്പോയി കണ്ടിട്ട്. ഞങ്ങൾക്ക് ഒന്നാമത് പ്രസവിച്ച സമയത്ത് ശരിക്കും കണ്ടിട്ട് കണ്ണെല്ലാം മങ്ങിയിട്ട് ഒരു ബ്ലറായിട്ടാണ് കണ്ടത്. ഇത് ചെറിയൊരു പക്ഷി കുഞ്ഞിനെ പോലത്തെ ഒരു കുഞ്ഞ്, ചെറുത്. അത് ബേജാറാണ്, സന്തോഷമാണ്, എന്ത് പറയണ്ടേ എന്താക്കണ്ടേന്ന് അറിയുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബേബിനെല്ലാം കണ്ട് ഒരു അടുത്ത സിസ്റ്റർമാർ പറഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ ബേബിക്ക് പാല് കൊടുക്കാനുണ്ട്, പാലെല്ലാം എടുത്തിട്ട് വരണം, പിന്നെ കങ്കാതു മദർ കെയറിങ് ഉണ്ട്, അത് ചെയ്യണമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു 2 hours കഴിഞ്ഞിട്ട് പിന്നെയും പോയിട്ട് ഞാൻ പാല് പമ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ പാല് ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മാസത്തിലേക്ക് ഒരു പൈപ്പ് ഇട്ടിന്, ആ പൈപ്പ് വഴിയാണ് പാല് കൊടുക്കുന്നുള്ളത് ഫസ്റ്റ്. അങ്ങനെ കങ്കാരു മദർ കെയറിങ് എൻ്റെ നെഞ്ഞിൽ ബേബിനെ ഇങ്ങനെ കെടുത്തു. എന്നാൽ മൊമെൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര എന്ത് പറയില്ല, ഭയങ്കര സ്വീറ്റ് മൊമെൻ്റ് അത്. കാരണം നമ്മളെ കുഞ്ഞ് ഇപ്പോൾ ജനിച്ചിട്ടുള്ളൊരു കുഞ്ഞ് അതിങ്ങനെ എൻ്റെ നെഞ്ഞിൽ കിടന്നിട്ടാണ് ആടിങ്ങനെ കിടന്നിന് ചാരിയിട്ട് ഒരു എന്ത് പറയണ്ടേ, ചെറിയ ബേബിയല്ലേ, ചിക്ക് ഉണ്ടാവും നെഞ്ഞിൽ കിടന്നിട്ട്. അപ്പോൾ ഇത്രയും ഉണ്ടാവും. അങ്ങനെ ഒരു 2 hours എല്ലാം അങ്ങനെ കെടുത്തണം എന്ന് പറഞ്ഞ് ഡെയിലി അങ്ങനെ കെടുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡെയിലി അങ്ങനെ കെടുത്തി. പിന്നെ ഈ പൈപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അത് ഡോക്ടർ പറഞ്ഞ് ഇനി എപ്പം പൈപ്പിൽ കൊടുക്കാനില്ല, പാലിടയിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പാലിടയിൽ കൊടുക്കാൻ പഠിപ്പിച്ച് അവിടെ തന്നെ. പാലിടയിലെങ്കിൽ ഒരു സ്പൂൺ പോലത്തെ ഒരു സാധനം അതിലിങ്ങനെ വേവിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് പഠിപ്പിച്ച് പിന്നെ ഇങ്ങനെ ഡേ കഴിഞ്ഞ് 9 ദിവസമായി. അങ്ങനെ 9 ദിവസം ആകുമ്പോഴത്തേക്ക് NICUന്ന് നമ്മളെ ബേബീനെ ഡിസ്ചാർജ് ആക്കി പൊരുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പൊരുക്ക് കൊണ്ടുവന്നിട്ടാണ് റിയൽ സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം കുഞ്ഞിന് ഉറക്കില്ല രാത്രി. എനിക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് വരിയാതെ ഉണങ്ങിയിട്ടാ, പെയിന് കുറഞ്ഞിട്ടാ, കട്ടിലെണീക്കണമെങ്കിൽ ഇതാക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് ഇപ്പോഴും വേണ്ടുണ്ട് ചെറുങ്ങനെങ്കിലും. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അവൾ രാത്രി ഉറങ്ങുന്നില്ല. ഞങ്ങൾക്ക് ഓളുറങ്ങേണ്ട നമുക്ക് ഉറങ്ങാനില്ല. 1-2 ദിവസമെല്ലാം ഇങ്ങനെ എന്തെല്ലോ അഡ്ജസ്റ്റ് ആക്കി നിന്ന് പിന്നെ തീരെ ഉറക്കില്ല. ഓക്കെ, ഗ്യാസിൻ്റെ ഇങ്ങനെ കോഴിക്കിൻ്റെ എല്ലാം ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിന്. അങ്ങനെ മരുന്ന് കൊടുത്തോണ്ടായിന്. അപ്പോൾ ഈ ഗ്യാസ് വന്നിട്ട് തോന്നും ഉറങ്ങാത്ത ഭയങ്കര കരച്ചിലില്ലെങ്കിൽ 5 മണിയെല്ലാം അവൾ ഉറങ്ങണമെങ്കിൽ. രാവിലെ എല്ലാം ഉറങ്ങും, രാത്രി എണിച്ചിട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് ഉറക്കില്ല. ഞാൻ എന്താക്കും, ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇവിടെ റെസ്റ്റ്, കുഞ്ഞ് ഉറങ്ങാണ്ടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് എടുത്ത് നടക്കാണ്ടല്ലാണ്ട് കുറച്ച് ഞാൻ എടുത്ത് നടക്കും, ഞാൻ കിടക്കുമ്പോൾ ഉമ്മ എടുത്ത് നടക്കും, അങ്ങനെയല്ലാന്ന് ഉണ്ടായത്. അങ്ങനെ ഒരു 1.5 മാസം കുഞ്ഞിനെ 40 സമയത്ത് നമുക്ക് ഇത് സ്റ്റിച്ച് ഉണങ്ങിയിട്ടാണ്. സ്റ്റിച്ചിന്ന് എന്താ പറയുന്നത് ഇതാവാൻ തുടങ്ങി, ഒരു വീക്കം വരാൻ തുടങ്ങി സ്റ്റിച്ചിന്ന്. അത് ഞാനിങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വന്ന് ഒരു മരുന്ന് തരാം, ഉള്ളിലേക്കുള്ള മരുന്ന് തരാം, അത് കുടിക്കുമെന്ന് പറഞ്ഞു. അത് കുടിച്ചപ്പോൾ പിറ്റേ ദിവസം സ്റ്റിച്ച് എല്ലാം ഈ ഇതുണ്ടല്ലോ വീങ്ങിയത്, അത് പൊട്ടിയിട്ട് ഉള്ളിൽ നിന്ന് ചലവും ചോരയും വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഇതുമായി ഒന്നാമത് ഓൾറെഡി ഈ സ്ട്രഗിളിങ് ഉണ്ട്, ഉറക്കില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റിച്ച് എന്തായി, അതിന് ചലവും ചോരയും വരാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ മരുന്നെടുത്ത് ഇത് കാണിച്ചപ്പോൾ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട് ഉള്ളിൽ. ഇപ്പോൾ നല്ല നീറ്റാക്കിയിട്ട് ബാൻഡേജ് എല്ലാം ആക്കിയിട്ട് വെക്കണത് പറഞ്ഞു സ്റ്റിച്ചിൻ്റെ.
അതിൻ്റെ ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റ് തന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ അടുക്ക് അതിനെ സ്റ്റിച്ചിൻ്റെ മരുന്നെല്ലാം കുറിച്ച്. പിന്നെ ഈ പെയിൻ ഉണ്ട് നല്ല, ഈ സൈഡ് എനിക്ക് ഭയങ്കര പെയിനാണ്. ഈ ഇപ്പുറത്തെ കൈ റൈറ്റ് സൈഡ് ഭയങ്കര പെയിൻ. ഇപ്പുറത്തെല്ലാം കുറച്ച് ഉണങ്ങിയ സ്റ്റിച്ച്, ഇവിടെയാണ് ഉണങ്ങാത്ത പാടെല്ലാം ഇങ്ങനെ എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. കുണിയുമ്പോഴെല്ലാം ഭയങ്കര പെയിൻ. അങ്ങനെ ഈ അതും സഹിക്കുന്ന ഒരു ഭാഗത്ത്, ഇപ്പുറത്തെ ഭാഗത്ത് ഈ ഉറക്കില്ലാതില്ലെങ്കിൽ തീരെ ഉറക്കില്ല. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയാം, നമുക്ക് കഴിയുന്നില്ല നോക്കാൻ, നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, നമുക്ക് നടുവേദന എടുക്കുന്നത്, നമുക്ക് ഓളെ നോക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഞാൻ വിളിച്ച് കയറുന്ന അവസ്ഥ വരെ എത്തി ഞങ്ങൾക്ക്. അങ്ങനെ ഒരു 4 മാസമായി, 3 മാസമായി, 4 മാസമായി, 5 മാസം, കറക്റ്റ് 5 മാസമായിട്ടാണ് എൻ്റെ സ്റ്റിച്ച് ഫുള്ളായിട്ട് ഹീലായത്. അതിനിടയ്ക്ക് ഞാൻ കാണിക്കാത്ത ഡോക്ടറില്ല. എന്നെ കാണിക്കുന്ന ഡോക്ടർ എന്തോ സുഖമില്ലായിട്ടുണ്ടോ കുറച്ച് ദിവസം ലീവ് എടുത്ത് ഞാൻ മുമ്പ് കാണിച്ച കൈനക്ക്. അങ്ങനെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ച്, പിന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച്, ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ഹോസ്പിറ്റലിൽ കാണിച്ച്. ഒരു ഗുണമില്ല എനിക്ക്. അവിടെ നിന്ന് പറഞ്ഞത് അത് ഹീലാവാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റായി ഹീലായി. ഇപ്പോൾ ബേബിക്ക് മാഷാല്ലാ 1 വയസ്സ് ആയി. ഇപ്പം എല്ലാം നോർമലായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച, ഇങ്ങനെ ആ സമയത്ത് ഞാൻ വിചാരിക്കൂ ഒക്കെ 1 വയസ്സല്ല 6 മാസം ഇങ്ങനെ സമാധാനത്തിൽ നിൽക്കാതിന്. അതിൻ്റെ ഇപ്പം ആലോചിക്കൂ, കുറേ കഷ്ടപ്പെട്ടെങ്കിലും നമ്മളെ ബേബിക്ക് വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ആ സമയമെല്ലാം ഭയങ്കര ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നല്ല പറയുന്ന കേട്ടിനി. എനിക്കെന്തോ അതൊന്നും ആലോചിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അത്ര കഷ്ടപ്പാടുണ്ടായി എനിക്ക് ആ സമയത്തല്ല. എനിക്ക് പറയാണ്ടെന്ന് വെച്ചാൽ ഈ സി സെക്ഷൻ കഴിഞ്ഞ ആൾക്കാരെല്ലാം എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യരുതെന്ന്. കാരണം ഓരോ ആൾക്കും ഓരോരോ റിക്കവറി ആണ്. ചില ആൾക്ക് റിക്കവറി ആവും, ചില ആൾക്ക് റിക്കവറി ആവാൻ കഴിയില്ല. ഇപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ കടന്നു പോകുന്നുള്ള ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ എനിക്ക് പറയണ്ട, ഈ സമയം കടന്നു പോകും. കാരണം നമുക്ക് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള ചിരിയും കളിയുമാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് നിൽക്കാം. പിന്നെ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.